അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ: ശവവും രക്തവും പന്നിമാംസവും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതും. അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം ഒരു പൊതു തത്വം അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെളിവോ വല്ല രേഖയോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഹലാലാക്കിയ ചില വസ്തുക്കളെ ഹറാമാക്കുകയും ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലും ആക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധി കൽപ്പിക്കാനുള്ള അധികാരവും അവകാശവും അള്ളാഹുവിന് മാത്രമാണ്. അപ്പം സ്വന്തം നാവിന് തോന്നിയ വിധത്തിൽ ഹലാലും ഹറാമും നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കലാണ്. അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, അഥവാ മക്കയിലെ ശവം, പന്നിമാംസം മുതലായവയെ അവർ ഹലാലായി ഗണിച്ചിരുന്നു. അതേസമയം അത് കൂടാതെ ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റു പേരിൽ ചില കന്നുകാലികളെയും വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കി ഇടലും പതിവായിരുന്നു. ചിലരതിനെ പുരുഷന്മാർക്ക് മാത്രം ഹലാലും സ്ത്രീകൾക്ക് ഹറാമും ആക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് അനുവദനീയമെന്നും ഇത് നിഷേധമെന്നും പറയുന്നത് വിരോധിച്ചിരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.